കോട്ടയത്തും പത്തനംതിട്ടയിലും കാറ്റും മഴയും വ്യാപക നാശമുണ്ടാക്കി. അരയാഞ്ഞിലി കോസ് വെള്ളത്തിൽ മുങ്ങിയതോടെ 200 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. കുമ്മനം ഇളങ്കാവ് ദേവീക്ഷേത്രത്തിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴയും കാറ്റും വ്യാപക നാശമുണ്ടാക്കി. ചിറ്റാറിൽ വീടിന് മുകളിലേക്ക് രാത്രി വൻമരം കടപുഴകി വീണു. വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്നു. ശക്തമായ കാറ്റിന് പിന്നാലെ അഴൂരിൽ വൻ തേക്കുമരം വൈദ്യുതി ലൈനിന് മുകളിലേക്ക് വീണു. അഴൂരിൽ തന്നെ മാവും റോഡിലേക്ക് പൊട്ടിവീണു. റാന്നിയിലെ അരയാഞ്ഞിലി കോസ്വേ പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങി. 200-ലധികം വരുന്ന കുടുംബങ്ങൾ പ്രദേശത്ത് ഒറ്റപ്പെട്ടു. മലയോര മേഖലകളിൽ ഇപ്പോഴും ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അച്ചൻകോവിലാറ്റിലും പമ്പയാറ്റിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. കോട്ടയത്ത് ഇടവിട്ട് ശക്തമായ മഴയും കാറ്റുമുണ്ട്. കുമ്മനം ഇളങ്കാവ് ദേവീക്ഷേത്രത്തിന് മുകളിലേക്ക് മരം കടപുഴകി വീണ് വലിയ നാശനഷ്ടമുണ്ടാക്കി. അതിഭയങ്കര കാറ്റുമായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ആളുകളൊരു 3 പേര് അതിൻ്റെ ആ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. അതെ, 7 പേരുണ്ടായിരുന്നു. പക്ഷേ ഏതായാലും അത്ഭുതകരമായ രീതിയിൽ ദേവിയുടെ സഹായം കൊണ്ട് അവർക്കാർക്കും ഒരു കുഴപ്പമുണ്ടായില്ല. പെട്ടെന്ന് ഓടി മാറിയതുകൊണ്ട് അവർക്കാർക്കും ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷേ ക്ഷേത്രത്തിൻ്റെ എല്ലാം നശിച്ചു എന്ന് പറഞ്ഞാൽ മതിയില്ല. കോട്ടയം ജില്ലയിൽ ഇന്നലെ മാത്രം 25 വീടുകൾ മരം വീണ് തകർന്നു. 16 ഇടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നുണ്ട്. 24 കോട്ടയം പത്തനംതിട്ട. വിഷ്ണു പറയുന്നുണ്ട് കാസർഗോഡ് നല്ല മഴ, കോട്ടയത്ത് ഹെവി റെയിൻ എന്ന് വേറൊരു പക്ഷം പറയുന്നു. എറണാകുളത്ത് ഹെവി റെയിൻ എന്ന് പറയുന്നു. തൃശ്ശൂർ മഴ എന്ന് പറയുന്നു. തൃശ്ശൂർ നല്ല മഴയുണ്ട് എന്ന് 1-2 പ്രേക്ഷകർ പറയുന്നു. അപ്പോൾ എനിക്കൊന്ന് ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും വയനാട് മഴയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ആലപ്പുഴ മഴയുണ്ടെന്ന് അഭിജിത്ത് പറയുന്നു. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും വലിയ മഴയുണ്ട് എന്നാണ് തോന്നുന്നത് ഈ മണിക്കൂറുകളിൽ.